കുംഭമേളയോ? ഈ കോപ്രായങ്ങൾ കേരളത്തിൽ ചിലവാകില്ല. അത് മതേതര കേരളം പുച്ഛത്തോടെ അവഗണിക്കും. ഈ അണ്ടിമേള അങ്ങ് ഉത്തരേന്ത്യയിൽ മതി, കേരളത്തിൽ വേണ്ട. അങ്ങനെ പരിഹാസവും പുച്ഛവും. എന്നാൽ കൺകുളിർക്കെ കണ്ടോ, ഹൈന്ദവ സമാജം മലയാള മണ്ണിന്റെ ചരിത്രമുറങ്ങുന്ന നിളയെയും നവാമുകുന്ദ മഹാമാഘ പുണ്യസ്നാനത്തെയും ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. പ്രതിസന്ധികൾ ഏറെ ഉണ്ടായിരുന്നു. സർക്കാർ സംവിധാനങ്ങളുടെ എതിർപ്പ്, നിർമ്മാണ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തൽ, സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ. എന്നിട്ട് ജനം ടി വി ഒഴികെയുള്ള കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ കുംഭമേളയുടെ വാർത്ത പോലും റിപ്പോർട്ട് ചെയ്യുവാൻ തയ്യാറാകാത്തത് പോരാഞ്ഞ് കുലുക്കി സർബത്ത് കച്ചവടം നടക്കുമെന്ന് ശീതീകരിച്ച ചാനൽ മുറിയിലിരുന്ന് പുച്ഛിച്ച മാപ്രകളുടെ നാവടങ്ങിപ്പോയിരിക്കുന്നു. നീയൊക്കെ കേൾക്കുന്നില്ലേ നിളയുടെ വിരിമാറിൽ ഉയരുന്ന ആ ശംഖധ്വനി? നിള ആരതിയിൽ പങ്കുകൊള്ളാനും പുണ്യസ്നാനത്തിനുമായി നവാമുകുന്ദന്റെ പുണ്യഭൂമിയിലേക്ക് കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള ഹൈന്ദവ വിശ്വാസികൾ ഒഴുകിയെത്തുന്നത് കാണുന്നില്ലേ? ഈ വിജയങ്ങൾക്കിടയിലും ഹൈന്ദവർ ചിന്തിക്കേണ്ടതും തീരുമാനം കൈക്കൊള്ളേണ്ടതുമായ ചിലതുണ്ട്. അതിലൊന്നാണ് നമ്മളറിയാതെ വളരെ പ്ലാനിങ്ങോടുകൂടി നമുക്ക് ചാർത്തിത്തന്ന മതേതരർ എന്ന പട്ടം. അതൊരു ട്രാപ്പാണ്. ഹൈന്ദവനെ ഭിന്നിപ്പിച്ച് നിർത്തുവാനുള്ള ക്ലിയർ അജണ്ടയുടെ ട്രാപ്പ്. കേരളത്തിൽ ഹിന്ദു മാത്രമാണ് മതേതരർ. മറ്റു മതസ്ഥർക്ക് അവരുടെ മതമാണ് എല്ലാം. അത് വിട്ടുള്ള കളിയില്ല. കാന്തപുരം നയിച്ച ജമാഅത്തിന്റെ കേരളയാത്രയിൽ ഐക്യദാർഢ്യമായി എത്തുകയും വേദി പങ്കിടുകയും ചെയ്ത കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനോ പ്രതിപക്ഷ നേതാക്കളായ വി ഡി സതീശനോ രമേശ് ചെന്നിത്തലയോ തിരുനാവായിൽ നടക്കുന്ന മഹാമാഘ മഹോത്സവത്തിന് ഐക്യദാർഢ്യം പോയിട്ട് ഒരു ആശംസയെങ്കിലും അറിയിച്ചോ? ചിന്തിക്കേണ്ട കാര്യമാണ്. ന്യൂനപക്ഷത്തിന്റെ മാത്രമല്ല, ഭൂരിപക്ഷമായ ഹിന്ദുവിന്റെ വോട്ടുകൾ കൂടി വാങ്ങിയാണ് ഇവറ്റകൾ ജയിച്ചു പോയത്. എന്നിട്ട് ഭൂരിപക്ഷത്തിന്റെ ഒരു മഹോത്സവത്തിന് ഒരു ആശംസ പോലും പറയുവാൻ തയ്യാറാകാത്ത ഇവരുടെ ഇരട്ടത്താപ്പ് മതേതരായ ഹിന്ദുക്കൾ അറിയുന്നുണ്ടോ? നിങ്ങൾ തലയിൽ കയറ്റിക്കൊണ്ട് നടക്കുന്ന കേരളത്തിലെ പ്രമുഖരായ 2 സമുദായ നേതാക്കളുണ്ടല്ലോ, സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും. അവരെന്തേ ഇതറിഞ്ഞില്ലേ? ഒരു നല്ല വാക്ക് പോലും പറയുവാൻ അവരുടെ തിരുനാവ് ഉയർന്നില്ലല്ലോ. എന്തേ? അവർ ഹിന്ദുക്കളല്ലേ? അതോ കിട്ടിയ പത്മ അവാർഡിന്റെ ലഹരിയിലും കിട്ടാത്തതിന്റെ ആലസ്യത്തിലുമാണോ? അതോ ഈ ഹിന്ദുക്കൾ എന്ന ജന്തുക്കളെ വെറും പോഴന്മാരായി കാണുന്നത് കൊണ്ടാണോ ഈ ദാർഢ്യവും ധിക്കാരവും? മാമാങ്കത്തിൽ പോരാടി മരിച്ചവരുടെ ബന്ധുക്കളുടെ കണ്ണുനീരിൽ കുതിർന്ന ബലിയേറ്റുവാങ്ങാനായിരുന്നുവല്ലോ നിളയുടെ വിധി. പ്രിയപ്പെട്ടവരുടെ അസ്ഥി നിമഞ്ജനം ചെയ്ത് മടങ്ങുന്നവരുടെ കണ്ണീരൊപ്പി കൈകഴച്ച് മനം മടുത്തു നിള. എന്നാൽ ഇത്തവണ അവൾ നിർവൃതിയുടെ കൊടുമുടിയിൽ എത്തി നിൽക്കുന്നു. കാരണം അവിടെ വന്നവരും സ്നാനം ചെയ്തവരും ആരും തന്നെ സങ്കടത്തോടെയല്ല മടങ്ങുന്നത്. നിളയെ പൂജിച്ച് ആരതി ഒഴിയുവാനും അവളിൽ സ്നാനം ചെയ്ത് പാപമുക്തി നേടി നിർവൃതി അടയാനുമായിരുന്നു. ഇതൊരു തുടക്കമാണ്, വലിയൊരു സ്മൃതിനാശത്തിന്റെ പുനർനിർമ്മാണത്തിന്റെ തുടക്കം. നിള ആരതി ഒരു അവിസ്മരണീയ ഈടാക്കി തീർത്ത ഹിന്ദു സമാജത്തിനും മഹാമാഘ പുണ്യസ്നാനം കൈക്കൊണ്ട് നിർവൃതിയടഞ്ഞ ലക്ഷക്കണക്കിന് ഹൈന്ദവ വിശ്വാസികൾക്കും മന്ത്രയുടെ ആശംസകൾ. ശംഭോ മഹാദേവ.